മത്തിക്ക് 340 രൂപ, അയലയ്ക്ക് 340 രൂപ, നെത്തോലി 200 രൂപ. കഴിഞ്ഞ ആഴ്ച ഫേഷ്യൽ ചെയ്തിട്ട് ഇന്ത്യക്കാരൻ 2000 രൂപ മേടിച്ചു. ഈ മോന്തൊക്കെ 250 മതി. എടിയ ബീഫ് കറി വെക്കണ്ട, വരട്ടിയാ മതി, കുരുമുളക് ഇട്ടിട്ട്. ഉള്ളി വട്ടത്തിലണ്ടരിയ ചെറുന്നോരം കണ്ട് പീങ്ങിട്ടേ. ബീഫിന് 360. കഴിഞ്ഞ പെരുന്നാൾക്ക് 350 വിഷുവിന് 20 കൂട്ടിയില്ലേ? ഈ പെരുന്നാക്ക് ഇപ്പൊ 400 ആവും. എടിയ ചിക്കൻ ആക്കിയാലോ, കുരുമുളക് ഇട്ടിട്ട് ഉള്ളി വട്ടത്തിലരിഞ്ഞിട്ട്. നിങ്ങൾ എന്തേലും അക്രമേ മേടിച്ചിട്ട് വാ. 2.5 കിലോ എടുക്കട്ടെ. 2.5 കിലോനാ? ഇത് പിന്തൂക്കം കൂടിയ കോഴിയാ. ഉദ്ഘാടനത്തിനൊക്കെ പോണ കൊയ്യാ. കിലോ വെറും 160 അൽഫാമാക്കി എന്താക്കി അങ്ങനെ ഇട്ടണം. വെട്ടാൻ പറ്റേ, ഒരു മിനിറ്റ്. ഇതിപ്പോ 400 രൂപ മേലല്ലോ, ഇതിലും ബീഫല്ലേ. ഏടിയ എന്തേന്ന് മീനാക്കിയാലോ, കുരുമുളക് ഇട്ടിട്ട്. മീനെങ്കിൽ മീനേ മേടിച്ചിട്ട് വാ. ഞാനിവിടെ ഉള്ളി വട്ടത്തിൽ എന്നോട് സുമുഖനായ മത്തി 42 വയസ്സ് അവിട്ടം നക്ഷത്രം 360 അത് വണ്ട് ഇപ്പൊ മത്തി ആവലിയുടെ പുതിയാപ്പിളെ. എടിയ സാമ്പാറാക്കിയാലോ, ഉള്ളി വട്ടത്തിലരിഞ്ഞിട്ട്. വട്ടത്തിലല്ല നീളത്തില്. ഞങ്ങളൊന്ന് പറയിപ്പിക്കണത്. അന്റെ പിന്നിലാലോ കൊലോ. എടോ സാമ്പാർ വേറെ 70 രൂപ. പെണ്ണുങ്ങളവിടെ ഉള്ളി വട്ടത്തിലരിഞ്ഞിട്ടുണ്ട്. ഈ വേണ്ട 2 തക്കാളി കൂടുതൽ തക്കാളിക്ക് 75 രൂപയാണ്. സാമ്പാറിൽ തക്കാളി ഉണ്ടാവും ചേട്ടാ. ബീൻസ് 150 രൂപ, പയർ 100 രൂപ, മല്ലിച്ചപ്പം 200 രൂപ. ഇതൊന്നും ഇതിലുണ്ടാവും ചേട്ടാ. ചേന ഉണ്ടാവും. പിന്നെ ഇപ്പൊ എന്താ സാമ്പാർ രസത്തില്ലേ? സാമ്പാർ രസം എന്നുള്ള പേരുണ്ടാവും. അല്ല മനുഷ്യ, ഞങ്ങൾ കോൽക്കളിക്ക് പോയതാ, കറിക്കൊന്നും മേടിച്ചില്ലേ? ഇനി മുതൽ ഇവിടെ മുരിങ്ങന്റെ മുരിങ്ങക്കായി മതി. മുരിങ്ങക്കായ ആകുമ്പോൾ 2 കാര്യം. ഉള്ളിയോ? ഉള്ളി വട്ടത്തിൽ തന്നെ അരിഞ്ഞു. അധികാരം ദുഷിപ്പിച്ച പരമാധികാരം പരമമായി ദുഷിപ്പിക്കുന്ന കിരീടങ്ങളെയും വാഴ്ത്തുപാട്ടുകളിൽ സുഖിച്ചമർന്നിരിക്കുന്ന അധികാര സാമ്രാട്ടുകളെ നോക്കി മുകുന്ദൻ പറയുകയാണ്, സിംഹാസനങ്ങളുടെ രുചി അറിഞ്ഞവരെ, നിങ്ങൾ ആ സിംഹാസനം വിട്ടുപോ, ഇല്ലെങ്കിൽ വരുന്നുണ്ട് നിങ്ങളെ പറിച്ചറിയാൻ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടുമടുത്ത ഗതികെട്ടൊരു ജനാരവം.